പഠിത്തം എല്ലാം കഴിഞ്ഞു, പിന്നെ എഞ്ചിനീയറിംഗ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സിനിമാ ഗാനത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഈ എഞ്ചിനീയറിംഗ് ഭയങ്കര പഠിത്തമായത് കാരണം ഞാൻ 4 വർഷം നല്ലോണം പഠിച്ചു. പിന്നെ പേപ്പറൊക്കെ അവിടെ അങ്ങനെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നു. കാരണം ആ പേപ്പർ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചില്ല. ബിക്കോസ് ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എഞ്ചിനീയറിംഗ്. ഒരു പ്രൊഫഷണൽ ഡിഗ്രി അച്ഛൻ എടുക്കണം എന്നോ അല്ലെങ്കിൽ ഫാമിലിയുടെ ഒരു ബാക്ക് ഇതിൽ എടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പോയതാണ്. So after that I came I was in relationship with Gopi. അപ്പോൾ ഗോപി എടുത്ത് വരുന്നതിന് ശേഷമാണ് അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ റിലേഷൻഷിപ്പ് ഒരു ആഫ്റ്റർ 4 years 4ാമത്തെ വർഷമൊക്കെ ആയപ്പോൾ റിലേഷൻഷിപ്പ് ആയിരുന്നു. അതെങ്ങനെയാണ്? ഐ വാസ് ഇന്റർവ്യൂയിങ് ഞാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ആങ്കർ ആയിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന് വേണ്ടിയിട്ട് പിന്നെ ഒരു താരത്തിനൊപ്പം എന്ന് പറയുന്ന പ്രോഗ്രാം ആങ്കർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഗോപിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഗോപിനെ മീറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് ഐ ഗോട്ട് ഇൻ ടു റിലേഷൻഷിപ്പ് വിത്ത് ഹിം. ആൻഡ് പിന്നെ ഞാൻ ഈ പാട്ട് പാടുന്നത് വെച്ചാൽ എനിക്ക് പാടാൻ കഴിവുള്ള കുട്ടിയാണ്. പക്ഷെ അതൊരു യഥാർത്ഥ ഒരു എന്താ പറയുക ഒരു പ്രൊഫഷണൽ വഴിയൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, വീട്ടുകാർക്ക് അങ്ങനെ അതെ. അപ്പൊ നമ്മുടെ തലയിൽ ചിന്തയിൽ പോലും ഇല്ല. അപ്പൊ ബാക്കിയുള്ളവർ പാടുന്ന കാണുന്നതും അവർ പെർഫോം ചെയ്യുന്ന കാണുന്ന രസിക്കുന്നതാണ് എൻ്റെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. അതായിരുന്നു എനിക്ക് ഇഷ്ടവും താനും. അപ്പൊ ഞാനിങ്ങനെ പാടുന്നതിനെ കുറിച്ചിട്ട് ഒരു കാലത്തും ആലോചിച്ചിട്ടില്ല. പിന്നെ പുള്ളി തന്നെയാണ് പറയുന്നത്, നല്ല വോയിസ് ആണ്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസ് ആണ്, നീ ശ്രമിക്കൂ എന്നോട് പറയുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ പാടാൻ വേണ്ടി വരുന്നത്. റിലേഷൻഷിപ്പ് ആയി ഒരു 6 years കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പാടാൻ വേണ്ടിയിട്ട് ഓക്കെ അതുവരെ എന്തായിരുന്നു? അല്ല, ഐ വാസ് ഫാമിലി ലൈഫ് തന്നെയായിരുന്നു. ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുമായിരുന്നു ഞാൻ. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസ് വേണമെന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ പാടുന്ന തെലുങ്ക് പാട്ടാണ്. റെക്കോർഡ് ചെയ്യുന്ന തെലുങ്ക് പാട്ടാണ്. റിലീസ് ചെയ്യുന്നത് നാക്കു പൻഡ നാക്കു ടാക്കയാണ്. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോപി മേളിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, തൃപ്പൂണിത്തുറ വീട്ടിൽ മേളിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊന്ന് വന്ന് കേൾക്കുമോ എന്ന് എന്നോട് ചോദിക്കാം. എല്ലാ പാട്ടുകളും എന്നെ കേൾപ്പിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് കേൾക്കുമോ? നമ്മൾ കേൾക്കാറുണ്ട്. കേട്ട് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. അപ്പോൾ ഇതൊന്ന് പാടി നോക്കുമെന്ന് പറയും. ഞാൻ വഴിയിൽ മറ്റു ചായ കൊടുത്തോണ്ടിരിക്കുന്ന ഞാനായിരിക്കും. അപ്പൊ അങ്ങനെയാണ് മിക്ക പാട്ടുകളും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഹിരൺ ഒരു 6 വർഷം 7 വർഷം അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നു. ഇല്ല, ഐ വാസ് വിത്ത് ഹിം ഫോർ ഓൾമോസ്റ്റ് ലൈക്ക് 13 to 14 years. 14 years? Yes. എന്തുകൊണ്ട് അത് മാരേജ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിൽ അവസാനിച്ചില്ല? ബിക്കോസ് ഒരു ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പ് പോട്ടെ എന്ന് വിചാരിച്ചു. അത് എപ്പോഴെങ്കിലും നമുക്കൊരു ആവശ്യം, നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എന്താണ് വാട്ട് ഹാപ്പൻഡ്? നമ്മളെല്ലാവരും വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞാനാണെങ്കിലും അദ്ദേഹം ആണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാവരും വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വർഷങ്ങളുടെ അല്ലെങ്കിൽ ഔട്ട്ഗ്രോ ചെയ്യും നമ്മൾ. അദ്ദേഹം ഔട്ട്ഗ്രോ ചെയ്തിട്ടുണ്ടാവാം, ഞാൻ ചിലപ്പോൾ ഔട്ട്ഗ്രോ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഔട്ട്ഗ്രോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. ആ മാറ്റങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്നുണ്ടായ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം. അതൊക്കെ ആയിരിക്കണം ഇങ്ങനൊരു മാറ്റത്തിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും അതിപ്പോൾ അവിടെ ഇരുന്നാലും ഞാൻ ഹാപ്പിയായിരുന്നു. ഇവിടെ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതിലും ഞാൻ ഹാപ്പിയാണ്.